ഹായ്, ഹൗ ആർ യു ഓൾ? കുറച്ച് നാളായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഡ്യൂ ടു വർക്ക് പ്രഷർ എന്താണെങ്കിലും ഇന്ന് തൊട്ട് എല്ലാ ദിവസവും റീൽ ഇടാൻ വേണ്ടി ശ്രമിക്കാം. സോ ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമുക്ക് പറ്റുന്നൊരു കാര്യം അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. വേറെ ഒന്നുമല്ല, കൈയും കാലും ഒക്കെ ഉളുക്കുന്നത്. സോ കൈ ഉളുക്കി അല്ലെങ്കിൽ കാലുളുക്കി എന്നൊക്കെ എങ്ങനെ പറയാം? നോർമലി നമ്മൾ ഉളുക്കി എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്പ്രെയിൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഉളുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേറൊന്നുമില്ല, ഒന്നെങ്കിൽ നമ്മുടെ കണങ്കൈ എന്ന് പറയും. കണങ്കൈ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു ഫൊറാമും നമ്മുടെ ഹാൻഡും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പാർട്ട്, ഇത് നമ്മുടെ റിസ്റ്റാണ്. റിസ്റ്റ്. അപ്പോൾ ഈ റിസ്റ്റിൽ ഒരു സഡൻ പുള്ളോ റെഞ്ചോ ഉണ്ടാകുവാണെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക, തിരിയുക. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരിയുക. അപ്പം സഡൻ ആയിട്ട് നമ്മുടെ ഈ റിസ്റ്റ് തിരിയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളുക്കും, സ്പ്രെയിൻ ആകും അല്ലേ? അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഐ സ്പ്രെയിൻഡ് മൈ റിസ്റ്റ് എന്ന് പറയും. കാരണം റിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കണങ്കൈയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലും പിന്നെ ഉളുക്കുന്ന വേറൊരു ഭാഗമാണല്ലോ കാലുളുക്കി എന്ന് പറയുന്നത് അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണങ്കാലാണ് ഉളുക്കുന്നത്. ഐ സ്പ്രെയിൻ മൈ ലെഗ് എന്ന് നമ്മൾ പറയുന്നത്. ഐ സ്പ്രെയിൻ മൈ ആങ്കിൾ എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ കാലും നമ്മുടെ കാൽപാദവും ഫൂട്ടാണ് കാൽപാദം, പിന്നെ നമ്മുടെ കാലും ലെഗും ഫൂട്ടും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലം, അതാണ് നമ്മുടെ ആങ്കിളാണ് സ്പ്രെയിൻ ആകുന്നത്. അപ്പം ആങ്കിളാണ് ഉളുക്കുന്നത്. അപ്പം ഐ സ്പ്രെയിൻ മൈ ആങ്കിൾ. സോ ബോത്ത് ഓഫ് ദിസ് യൂസേജസ്, അപ്പോൾ ഈ രണ്ട് യൂസേജസ് നമുക്ക് ഉപയോഗിക്കാം. ഐ സ്പ്രെയിൻ മൈ റിസ്റ്റ് അല്ലെങ്കിൽ ഐ സ്പ്രെയിൻ മൈ ആങ്കിൾ. സോ ഇതാണ് നമ്മുടെ ഉളുക്കുന്നതിനെ പറ്റി നോർമലി നമ്മുടെ കൈ ഉളുക്കി കാലുളുക്കി എന്നൊക്കെ അതിന് സിമ്പിളായിട്ട് പറയാമല്ലോ. ഓക്കെ, സോ ദിസ് ഫോർ ദ ഡേ. നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഉപയോഗപ്പെടുന്ന വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.